ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തേങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലും കേക്ക് റെസിപ്പി ആട്ടോ. നമുക്ക് ടീ ടൈമൊക്കെ ആവുന്ന സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സിമ്പിളാണ്, നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് മൈദയൊന്നും നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ റവയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഒരു 1.5 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ പാല്, തണുപ്പില്ലാത്ത പാല് തന്നെ എടുക്കുക കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് തണുപ്പൊന്ന് മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ തണുപ്പില്ലാത്ത തൈരാണ്. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുപ്പിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പങ്ങ് മാറിക്കിട്ടും. പക്ഷേ ചൂടാവാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്കൊരു ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ച് നമ്മുടെ റവയുടെ ആ ഒരു കൂട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടവേ തന്നെ ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്കൊരു മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, തിരികെ എടുത്തതിന് ശേഷം. എന്നിട്ട് നമുക്ക് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിരികെ എടുത്തിട്ട് ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുത്താൽ മാത്രം മതിയാവും. അത് നമുക്ക് ഡയറക്റ്റായിട്ടും ഇതിലേക്ക് ചേർക്കാൻ ടേസ്റ്റ് ഡിഫറെൻ്റ് ഒന്നും വരത്തില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടവേ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടിയും ചേർക്കുന്നുണ്ട്. വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇതൊരു സൈഡിലേക്ക് വെക്കണം. ഒരുപാട് ടൈം വെക്കരുത്, വെറും 5 മിനിറ്റ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് നമുക്കൊരു 7 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് തട്ടിക്കൊടുത്താൽ എയർ ബബിൾസ് ഒന്നും വരില്ല. പിന്നെ എന്താ ഇതുപോലൊന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ ഫുൾ എയർ ബബിൾസും പോയി കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തോളൂ. ഓവൻ ഇല്ലാതാണെങ്കിൽ ഇതുപോലുള്ള സോസ് പാനോ ഇഡലി സ്റ്റീമറോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഒരു സ്റ്റാൻഡ് ഇട്ട് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വേണം ഇതുപോലെ കേക്ക് ഇറക്കി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് തന്നെ ബേക്ക് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ടോപ്പിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്, അത്രയും മതിയാവും. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ ഇത് പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദയോ കോൺഫ്ലോറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ടേസ്റ്റ് ഒരു ഡിഫറൻറ്റും വരില്ല. അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ടിയായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതങ്ങ് ഇറക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഇനി ഒന്നും കൂടെ തിക്കാവും. കണ്ടോ, ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയ ഒരു മിക്സാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർക്കാം കേട്ടോ. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ജെൽ കളർ ബ്ലൂ കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പിസ്ത മിൽക്ക് മിക്സ്, അതുപോലെ ബദാം മിൽക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്നില്ലേ, നമ്മൾ മിൽക്ക് മിക്സ്
എന്നും വെച്ചിട്ട് ഒരു കളറിൻ്റെ ഒരു മിക്സാണത്. അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് കംപ്ലീറ്റ് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുക്കാം. കണ്ടോ, നല്ല പോലെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. പ്രത്യേകിച്ച് മൈദയോ ഒന്നും തന്നെ ഈ കേക്കിനുള്ളിലേക്ക് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഇതിൻ്റെ താഴ്വശത്തേക്കും ഇതങ്ങ് ആയിട്ട് കിട്ടിക്കോളും. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത് നമുക്കിതിൻ്റെ ടോപ്പിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് 2-3 ചെറി കൂടി വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ്. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടിയിട്ട് കാണിച്ചു തരാം. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് നമ്മുടെ കേക്ക്. പ്രത്യേകിച്ച് മുട്ടയോ ഒന്നും തന്നെ നമ്മൾ കേക്കിൽ ചേർത്തിട്ടില്ല, കണ്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു കിഡിലൻ കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.